നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ അന്തരീക്ഷ താപനില വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പും അധികൃതർ പുറപ്പെടുവിക്കാറുണ്ട്. ഇപ്പോൾ ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ വിഷപ്പാമ്പുകളുടെ സാന്നിധ്യം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പാണ് പൊതുജനങ്ങൾക്കായി പുറത്തു വന്നിട്ടുള്ളത്. ചൂട് കൂടുന്ന സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായി പാമ്പുകൾ താരതമ്യേന തണുത്ത സ്ഥലങ്ങൾ തേടും. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലകളിൽ അവ എത്തിപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റിയാണ് പൊതുജനങ്ങൾക്കായി പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ ഇക്കാര്യം പറഞ്ഞത്. ജനവാസ മേഖലകളിൽ നിന്ന് പാമ്പുകളെ അകറ്റാൻ ചില മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഇതിനായി പ്രത്യേക സ്നേക്ക് റിപ്പലന്റുകളും ഗ്ലൂ ട്രാപ്പുകളും പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പാമ്പുകളുടെ ഭീഷണി ഇല്ലാതാക്കാൻ പ്രത്യേക നടപടികളും സ്വീകരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങൾ പാമ്പുകളെ കാണുന്നതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പാമ്പുകളെ പിടിച്ച് അവയ്ക്ക് പര്യാപ്തമായ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിൽ അവയെ തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. പാമ്പുകളെ കണ്ടാൽ അവയിൽ നിന്ന് അകലം പാലിക്കുകയും കുട്ടികളും വളർത്തുമൃഗങ്ങളും അവയിൽ നിന്ന് അകലെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥകളുടെ സന്തുലനം ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതിനാൽ പാമ്പുകളെ പരമാവധി കൊല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ പാമ്പുകളെ കണ്ടാൽ മുനിസിപ്പാലിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറായ 1111 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പാമ്പുകളുടെ കടിയേറ്റാൽ പരിഭ്രമിക്കാതെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കണം. കടിയേറ്റ മുറിവിൽ മർദ്ദം പ്രയോഗിക്കരുതെന്നും അറിയിപ്പിലുണ്ട്. അതേസമയം സൗദിയിൽ ഹജ്ജ് വേളയിൽ ചൂട് കനക്കാനുള്ള സാധ്യത പരിഗണിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ആരോഗ്യ മന്ത്രാലയം തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേക പരിശീലനം നേടിയ 32,000-ലധികം ജീവനക്കാരെ ഹാജിമാരുടെ സേവനങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള 23 ആശുപത്രികളും 140 ആരോഗ്യ കേന്ദ്രങ്ങളും പ്രത്യേകമായി ഒരുക്കി. ഈ ആശുപത്രികളിൽ ഒരേ സമയം 6100 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. അത്യാഹിത വിഭാഗങ്ങളിലായി 761 കിടക്കകൾ, സൂര്യതാപം ഏൽക്കുന്നവരുടെ ചികിത്സയ്ക്കായി 222 കിടക്കകൾ, 190 ആംബുലൻസുകൾ, കല്ലേറ് കർമ്മം നിർവഹിക്കുന്ന ജംറകളിൽ 16 അത്യാഹിത കേന്ദ്രങ്ങൾ എന്നിവയും ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. റോഡ് മാർഗവും വിമാനമാർഗവും ജലമാർഗവും തീർത്ഥാടകർ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന 14 കേന്ദ്രങ്ങളിലും പ്രത്യേക ആരോഗ്യ സേവനം ലഭിക്കും. മക്ക മദീന അതിവേഗ ട്രെയിനിലും മെഷാഹിർ ട്രെയിനുകളിലും മെഡിക്കൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഇതുകൂടാതെ പുണ്യസ്ഥലങ്ങൾക്കിടയിലെ കാൽനട പാതയിൽ മൊബൈൽ ക്ലിനിക്കുകളും വെർച്വൽ ക്ലിനിക്കുകളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.